ഹലോ, ഞങ്ങളിപ്പോൾ പുറമേ ആയിരുന്നു ഇത്രയും നാൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അകത്തേക്ക് വന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ അകത്തേക്ക് എന്ന് പറയുമ്പോൾ കാടിൻ്റെ അകത്തേക്കല്ല, മിലിറ്ററി ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് വന്നു. അപ്പോൾ അവിടുത്തെ ഏരിയ ആണിത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് നമ്മളൊരു ഭൂമിൻ്റെ ഒരു താഴ്ന്ന നിരപ്പിലുള്ള സ്ഥലം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് താഴ്ന്ന സ്ഥലമായത് കൊണ്ട് തന്നെ ഭയങ്കര കാട് പിടിക്കും പെട്ടെന്ന്, പ്രത്യേകിച്ച് മഴ സമയമാകുമ്പോൾ. ഇന്ന് നമ്മൾ കാട് വെട്ടിക്കഴിഞ്ഞാൽ നാളത്തേക്ക് അത് കിളിർത്ത് വരും പുല്ലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവും ഈ പുല്ലൊക്കെ കരിച്ച് കളയുന്നൊരു സംഭവം. അപ്പോൾ ഈ ഒരു അജയ എന്ന് പറഞ്ഞിട്ടുള്ള പൗഡറാണ് ഇത്. നമ്മൾ ഒരു 15 ലിറ്ററിൽ പൊടി കലർക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുറച്ച് മുന്നേ എടുത്തതാണ്. അപ്പം നമുക്കതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമാണല്ലോ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇതുപോലെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ കോട്ടണിന് ചുറ്റിലും. നമുക്ക് ഇത് ക്വാർട്ടർ കിട്ടുന്ന സമയത്ത് ഫുള്ള് കാടായിരുന്നു. ജനലിൻ്റെ ഒക്കെ മുകളിൽ വരെ കാട്, ചുമരിലൊക്കെ കാട് പിടിച്ചിട്ടായിരുന്നു. കാരണം ഇവിടെ ഈ ഒരു ക്വാർട്ടർ മുന്നേ പോയതായിരുന്നു. ഒരു മാസം മുന്നേ, ഒരുപാട് മുന്നേ ഒന്നും അല്ല, ഒരു മാസം മുന്നേ പോയതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇവിടെയൊക്കെ ഉള്ള കാട്. അപ്പം മൊത്തം സ്പ്രേ ചെയ്തു. വലിയ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലുള്ളൊരു ചെറിയ സ്പ്രേ ബോട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം എടുത്തിട്ടാണ് സ്പ്രേ ചെയ്തത്. ഇപ്പം സ്പ്രേ ചെയ്ത് നമുക്ക് നോക്കണം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് വെയിലുള്ള സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇതാണ് റിസൾട്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം പുല്ലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത്. ഞങ്ങളിത് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യമല്ല, ആവശ്യത്തിലധികം പാമ്പുകളുടെ ശല്യമുണ്ട്. പാമ്പുകളുടെ ശല്യം എന്ന് പറയാൻ പറ്റില്ല, പാമ്പുകളുടെ നാടാണിത്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ കളിക്കുന്നതാണ്. കുട്ടികൾ മാത്രമല്ല, നമ്മൾ തന്നെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പാമ്പിനെ കാണാം. അപ്പോൾ നമ്മളെ ചുറ്റുപാടും വൃത്തിയാക്കിയിരിക്കുക എന്നുള്ളത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം നല്ലോണം കാണാം. ആ ഒരു മരുന്നടിച്ചതിന് ശേഷം മൊത്തം കരിഞ്ഞു പോയതാണ്. അപ്പോൾ ഞങ്ങൾ മുൻഭാഗത്ത് അത്യാവശ്യം ഏരിയയിലാണ്, ബാക്കി അവിടെ കോട്ടൻ്റെ പണി നടക്കുന്നതായത് കാരണം മുഴുവനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഏരിയയിലൊക്കെ ഒരു ചതുപ്പ് പോലെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കോട്ടന് ചുറ്റിലുള്ള ഏരിയയിലാണ് വൃത്തിയാക്കിയത്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നാണിത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ എന്താ മരുന്ന് കിട്ടുന്നതെന്നുള്ള അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ കൃഷിയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.